എന്താടാ പോറായില്ലേ? ഞാൻ പോവാ. ആ പിന്നെ വീട്ടില് മീരയുണ്ട്, ഒരു ശ്രദ്ധ ഉണ്ടാവണം. മീര ഞാനെന്തിനാ ശ്രദ്ധിക്കുന്നേ? അയ്യോ, ഒരു ശുദ്ധ പാവം. അവൾ അവിടെ ഒറ്റയ്ക്കാ, സ്വയം ഒരു ശ്രദ്ധ വേണോന്നാ പറഞ്ഞത്. ചേച്ചി വല്ലവന്മാരും കഴിച്ചൂണ്ടി പറഞ്ഞപ്പോ താലി എടുത്ത് കഴുത്തി കെട്ടിയവനാ എന്നോട് ചാടിക്കടിക്കാൻ വരുന്നത്. നടന്ന എന്താണെന്ന് അറിഞ്ഞിട്ടും വെറുതെ സംസാരിക്കാൻ വരല്ലേ? ഞാൻ നട്ടിൽ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രോത്ത് വീടിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമാ. നീ എന്തിനാ എന്നോട് ചൂടാവുന്നത്? സൂക്ഷിക്കണമെന്നല്ലേ പറഞ്ഞോളൂ. എനിക്ക് അവളോടൊരു അനുകമ്പ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. എടി പെണ്ണെ, ഇവനോട് നീയെങ്കിലൊന്ന് പറ. വീട്ടുകാര് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന ക്യാമറയ്ക്ക് മുന്നിൽ താലി കെട്ടിയ പെണ്ണും ഇവനും വീട്ടിലുള്ളപ്പോ ഒന്ന് സൂക്ഷിക്കണ്ടേ? നിനക്കും അക്കാര്യത്തിൽ ചെറിയ പേടിയില്ലേ? എനിക്ക് പേടിയില്ലേന്ന് ചോദിച്ചാ ഒട്ടുമില്ല. ചേച്ചിയുടെ പുന്നാര ആങ്ങളെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ലോകത്തൊരാൾക്കും അറിയില്ല. എനിക്കൊരു വിശ്വാസക്കുറവുമില്ല. എന്താ ചേച്ചി, മതിയായോ? ചമ്മിപ്പോയല്ലേ? എന്നാലും ഒരു ജാഗ്രത പുലർത്തുന്നതിൽ തെറ്റില്ലല്ലോ. ഇത്രയ്ക്ക് ജാഗ്രത മതി. മതിയെങ്കി മതി, സന്തോഷം. പിന്നെ ഇപ്പൊ മേരിയുടെ അടുത്ത് നിങ്ങളുടെ കാര്യം ഒന്നും സൂചിപ്പിക്കണ്ട. പ്രതികരണം എങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ല. അവളോട് പറയാതെ പിന്നെങ്ങനെയാ? ഇപ്പൊ ആരോടും ഞങ്ങളുടെ കാര്യം മറച്ചു വെക്കുന്നില്ല. മീര അറിയണം. ഞാൻ ദേവിയെ താലി കെട്ടിയെന്നും വീട്ടുകാരെ മറച്ചു വെച്ച് വിവാഹം നടത്തിയെന്നും അവളെ ബോധിപ്പിക്കാൻ കൂടിയാ ഞാൻ പോകുന്നേ. നന്ദ, ഇപ്പൊ അവളോട് കാര്യം പറഞ്ഞ അടുത്ത പ്രശ്നം തുടങ്ങും. അമ്മ അറിഞ്ഞതുപോലെ ആവില്ല മീര റിയാക്ട് ചെയ്യുന്നത്. എല്ലാവരും അവളുടെ മനസ്സിൽ നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് മോഹം കൊടുത്തിട്ട് കുറെ കാലമായി. അവൾ ഈ കഥ അറിഞ്ഞാൽ ചിലപ്പോ കടുങ്കൈ വല്ലതും ചെയ്യും. അവളോട് മറച്ചു വെച്ചിട്ട് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ചേച്ചി പറയുന്നേ? എന്തായാലും അത് ഇപ്പൊ വേണ്ട. അവള് ചന്ദ്രോത്ത് തന്നെ നിൽക്കുന്നുണ്ടല്ലോ ഈ പ്രശ്നം. ആ കാര്യം ബലരാമൻ അങ്കിളിന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചാ മതി. അത് ഇതിനേക്കാൾ വലിയ പ്രശ്നമായാലോ? അങ്ങനെ ആവില്ല. പക്വതയും വിവേകമൊക്കെ ഉള്ള ആളാ ബലരാമൻ അങ്കിള്. സത്യാവസ്ഥ മനസ്സിലാവുമ്പോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അങ്കിള് ശ്രമിക്കും. ശരി, ഞാൻ ഇറങ്ങാം.